ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിൽ സ്വാഗതം. ഞങ്ങളൊരു ബോണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ബോണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിനായിട്ട് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 1/2 ഗ്ലാസ് പഞ്ചസാരയും ഒരു 4 ഏലക്കയും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 3/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പഴമാണ്. ഞാനിവിടെ 5 പാളയംകുടം പഴം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് എടുത്ത് വെച്ചിരുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മിച്ചം വന്നിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞതൊരു 40 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് അതിലോട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലോട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ കൈ ഒന്ന് നനച്ചിട്ട് ഇത് ഓരോ ബോൾസ് ആക്കി ഇട്ട് കൊടുക്കണം. വലുപ്പം നമുക്ക് എത്ര വേണോ അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിനകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഒരു സ്പൂൺ വെച്ച് ഉരുട്ടി കൊടുത്തുകൊണ്ടിരിക്കാം, എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് മൂത്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ കളറൊക്കെ മാറി തുടങ്ങുന്നുണ്ട്. നല്ല ഡാർക്ക് കളറാവുന്ന വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. അവയൊക്കെ നന്നായിട്ട് വേവണം. ഇതിപ്പോൾ പഞ്ചസാര ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ശർക്കര ഉപയോഗിച്ചുണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് തേങ്ങാക്കൊത്ത് വറുത്തതും എള്ളും ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഞാൻ കോരിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം കൂടുതൽ വീഡിയോസ് കാണുവാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തേക്കണേ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.